ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സഹോദരന്മാരെ, ഏറെ സന്തോഷത്തോടുകൂടിയാണ് നമ്മുടെ ഡീക്കന്മാരോടൊത്ത് ഞാനിവിടെ നിൽക്കുക. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈ വർഷം നമ്മുടെ സഭയ്ക്ക് 17 ഡീക്കന്മാരാണ് ഉള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ധ്യാനിച്ച്, പ്രാർത്ഥിച്ച്, പഠിച്ച് തിരുപ്പട്ടം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെല്ലാവരും ഒരുങ്ങുകയായിരുന്നു. തിരുപ്പട്ട ശുശ്രൂഷയുടെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് അവർ കടക്കുമ്പോൾ ഒരുക്കമായിട്ട് അവർ ഒരാഴ്ചത്തെ ധ്യാനം നടത്താനായിട്ട് പോവുകയാണ്. നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് നല്ല തണ്ണിയിൽ വെച്ചാണ് അവർ ധ്യാനിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട റോയി കടുപ്പിലച്ചനാണ്. അപ്പോൾ ഇവിടെ ധ്യാനത്തിലായിരിക്കുന്ന ഈ അവസരത്തിൽ ഇവരെല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കുകയും അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നന്നായിട്ട് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് തമ്പുരാൻ്റെ കൃപയിലായിരുന്നുകൊണ്ട് തിരുപ്പട്ടം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ മാസം 26-ാം തീയതി മുതൽ ജനുവരി മാസം 2-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ പല ഇടവകളിലായിട്ട് അവർ തിരുപ്പട്ടം സ്വീകരിക്കുന്നു. അവരുടെ തിരുപ്പട്ട ശുശ്രൂഷകളിലും പുത്തൻ കുർബാനയിലും സഭയിൽ നിന്നും സാധിക്കുന്നിടത്തോളം അച്ഛന്മാരും പ്രദേശം പങ്കെടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവം ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മുടെ സഭയ്ക്ക് നൽകിയ ഔന്നത്യമായ ദാനത്തിന് നമുക്ക് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിപ്പിക്കാം. ഡീക്കന്മാരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അവർക്ക് നല്ല ഒരു ധ്യാനം ഞാൻ ആശംസിക്കുന്നു. അതുപോലെ അവർക്ക് ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം അവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു.